ഹായ് ഗായ്സ്, ഞാനിന്ന് നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ ചിക്കൻ കറി എങ്ങനെ വെക്കുകയെന്ന് കാണിക്കാൻ പോവാണേ. അതിന് വേണ്ടി ഒരു കിഴങ്ങും പിന്നെ 2 വലിയ സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളിയും മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി ചതച്ചത് ഇവയൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 kg ചിക്കനാണ് എടുത്തത്. ഇനി ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, മസാലേൻ്റെ റെസിപ്പി ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല, ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഗായ്സ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഗായ്സ്. എന്നിട്ട് ഇഞ്ചീൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വാട്ടി കൊടുക്കണേ. ഞാനത് നല്ല രീതിക്ക് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മുടെ മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക്, ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതാണ് നമ്മുടെ മസാല കേട്ടോ ഗൈസ്. അങ്ങനെയാണ് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിടണം കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് വാടിക്കിട്ടും. ഞാൻ കുറച്ച് നേരം ആവിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പാത്രം എടുത്ത് മൂടി വെച്ചാലും പെട്ടെന്ന് വേവും. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാതെ ചിലർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിന് ശേഷം ഞാനിത് കിഴങ്ങിട്ടിട്ടുണ്ട്. കിഴങ്ങും നന്നായിട്ട് വാട്ടുക. എണ്ണയിൽ നല്ല രീതിക്ക് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. തക്കാളി ഞാൻ ഒരുപാട് ചിക്കൻ കറിയിൽ ഇടാറില്ല. അപ്പോൾ 2 തക്കാളി മാത്രം എടുത്തിട്ടുണ്ട് ഗായ്സ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഗായ്സ്, ക്ഷമിക്കണേ. എന്നിട്ട് ഈ മസാലയൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് വാട്ടി കൊടുക്കുക. നല്ല കളറൊക്കെ, എനിക്ക് ഈ കളറിൽ ചിക്കൻ കറി കഴിക്കുന്നുണ്ട് ഗൈസ് ഇഷ്ടം. എനിക്ക് തേങ്ങ അരയ്ക്കുന്നതോ വറുത്തരയ്ക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നല്ല ഒരു ബ്രൗണിഷ് കളറിൽ വെക്കുന്ന ഇഷ്ടം. അങ്ങനെ നമ്മുടെ മസാല വാടിയതിന് ശേഷം ഞാനിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ്, നല്ല സ്മെല്ലും ഗൈസ്. ഞാനിപ്പോൾ തന്നെ ചാറൊക്കെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അത്രയ്ക്കും ടേസ്റ്റാട്ടോ ഗൈസേ. അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് ടേസ്റ്റിന് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഗായ്സ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് കൊണ്ട്, കൊതി കൊണ്ട് ഞാൻ വേഗം പ്ലേറ്റ് എടുത്തു. പ്ലേറ്റിൽ ചോറ് എടുക്കുകയാണ് ഗായ്സ്. ചിക്കൻ കറി ആയാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം, കൊതിയാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നല്ല വറ്റി സെറ്റായിട്ടോ ഗൈസ്. അടിപൊളി, കണ്ടില്ലേ അതിൻ്റെ ചാറൊക്കെ എന്ത് ടേസ്റ്റാണ് കാണാൻ. അങ്ങനെ ഞാനിതാ കുഴച്ച് കഴിക്കട്ടെ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു ഗൈസ്. എന്നിട്ട് കമൻറ്റ് അറിയിക്കണേ. ഓക്കെ, ബൈ.